കൊലപാതക കേസിൽ പ്രതിയായ ശേഷം 39 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ആൾ ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. കൊല്ലം വെളിയം കോടിയാട്ട് വീട്ടിൽ മോഹനൻപിള്ളയാണ് കല്ലറ പോലീസിന്റെ അന്വേഷണത്തിൽ അറസ്റ്റിലായത്. വർഷങ്ങളായി കല്ലറയിൽ രാജൻ എന്ന പേരിൽ താമസിച്ചു വരികയായിരുന്നു ഇയാൾ. മദ്യപിച്ച് വീട്ടിലെത്തി കലഹിക്കുന്ന സ്വഭാവക്കാരനായിരുന്നെങ്കിലും മദ്യമില്ലാത്ത സമയങ്ങളിൽ നാട്ടുകാർക്ക് പ്രിയങ്കരനായിരുന്നു രാജൻ. എന്നാൽ ഇയാളുടെ ഭൂതകാലം ആരും അറിഞ്ഞിരുന്നില്ല. സഹോദരി ഭർത്താവായ ചന്ദ്രശേഖരൻ പിള്ളയെ വാക്കത്തേക്ക് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് മോഹനൻപിള്ള പ്രതിയായത്. കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാൾ 37 വർഷം മുമ്പാണ് കല്ലറയിലെത്തിയത്. ഇവിടെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബമായി താമസിച്ചു വരികയായിരുന്നു. കല്ലറ കളമ്പുകാടിന് സമീപം തറയപ്പാടത്തെ വീട്ടിലായിരുന്നു ഇയാളുടെ താമസം. മദ്യപിച്ച് വീട്ടിലെത്തി വഴക്കിടുന്നത് പതിവായതോടെ ഭാര്യ പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നു. കല്ലറ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെ ഇത്തരം പരാതികൾ അന്വേഷിക്കാൻ എത്തിയിരുന്നത് ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസറും ASAയുമായ ടി.വിപുരം EA അനീഷ് ആയിരുന്നു. പോലീസ് എത്തിയപ്പോഴെല്ലാം രാജൻ ബഹുമാനത്തോടെയാണ് പെരുമാറിയിരുന്നത്. എന്നാൽ ഇയാളെക്കുറിച്ച് അനീഷിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും വീട്ടിൽ ബഹളമുണ്ടായതിനെ തുടർന്ന് ഭാര്യയുടെ പരാതിയിൽ അനീഷ് സ്ഥലത്തെത്തി. ഇതിനിടെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഇയാൾ നിങ്ങൾ കാണുന്ന ആളല്ല സാറേ, കുത്തുകേസിലെ പ്രതിയാണ് എന്നായിരുന്നു ഭാര്യയുടെ പ്രതികരണം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ യഥാർത്ഥ പേര് മോഹൻപിള്ളയാണെന്നും വെളിയം പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ കൊലപാതക കേസിലെ പ്രതിയാണെന്നും വ്യക്തമായത്. വിവരം കല്ലറ പോലീസ് സ്റ്റേഷൻ SHO KP ധനപാലനെ അറിയിക്കുകയും തുടർന്ന് കൊല്ലം പൂയിപ്പള്ളി പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തു. പിന്നാലെ കല്ലറ പോലീസ് സംഘം മോഹൻപിള്ളയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ രാജൻ എന്ന പേരിൽ ജീവിച്ചിരുന്നത് താനാണെന്നും യഥാർത്ഥ പേര് മോഹൻപിള്ളയാണെന്നും കൊലപാതക കേസിലെ പ്രതിയാണെന്നും ഇയാൾ സമ്മതിച്ചു. 39 വർഷമായി ഒളിച്ചു വെച്ചിരുന്ന ഒരു ജീവിതത്തിന്റെ രഹസ്യം ഒടുവിൽ പുറത്തു കൊണ്ടുവന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരന്തര നിരീക്ഷണവും സംശയവുമായിരുന്നു.